പിസ്സ പിസ്സ എന്ന് കേൾക്കുമ്പോഴേ പണ്ട് ഞാനും ഫ്രണ്ടും കൂടിയിട്ട് പിസ്സ കഴിക്കാൻ പോയിട്ടുള്ള കഥയാണ് ഓർമ്മ വരുന്നത്. എന്താണെന്നറിയോ, ഇപ്പോഴൊന്നുമല്ല കേട്ടോ, പണ്ടങ്ങാണ്ടാണ്. എന്താറിയോ, ഞാൻ കടയിൽ ചെന്നും കാട്ടി അവരോട് 4 പിസ്സ ഓർഡർ ചെയ്ത്. അപ്പോൾ അവർ ചോദിക്കുകയാണെ, അവർ അന്തം വിട്ടിട്ട് പോലെ, എന്തിപ്പോൾ 4 പിസ്സ, ഞങ്ങൾ 2 ആളുണ്ടല്ലോ, അപ്പോൾ 2 എണ്ണം വെച്ച് കഴിക്കാന്ന് വെച്ചിട്ടാണെന്ന്. എനിക്കറിയില്ലല്ലേ 1 പീസ് ആക്കിയാണ് തരണേന്നുള്ളത്. ഓഹ്, അന്ന് ഞാൻ ചമ്മല് അല്ല, ഭൂമി വളർന്ന അടിക്ക് അങ്ങോട്ട് പോയാൽ മതി എന്ന് തോന്നി. അന്ന് വിചാരിച്ചാണ് എന്തായാലും വീട്ടിലൊന്ന് പിസ്സ ഉണ്ടാക്കിയോന്ന്, ആൾക്കാരെ മുന്നിലൊന്ന് ഞെളിയണം എന്നുള്ളത്. പക്ഷേ ഉണ്ടല്ല, ഫസ്റ്റ് ഉണ്ടാക്കിയ പിസ്സ ഉണ്ടല്ല, അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം എന്താ അറിയോ, അത്ര നല്ല റെസിപ്പി ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ അടിപൊളിയായിട്ട് എന്താ മെൽറ്റായിട്ട് ഇങ്ങനെ എന്താ പറയുക, ചീസൊക്കെ ഇങ്ങനെ മെൽറ്റായിട്ട് വരുന്ന ആ ഒരു റെസിപ്പി ഉണ്ടല്ലോ, അതാണ്. എല്ലാ സാധനങ്ങളും നമ്മളെ വീട്ടിലുള്ള തന്നെ മതി കേട്ടോ. ഓവനും വേണ്ട, അതുപോലെ തന്നെ എന്താ വേറെയുള്ള ഒരു സംഭവങ്ങളും വേണ്ട കേട്ടോ. ഫ്രൈ പാനൊക്കെ വെച്ചിട്ട് സുഖമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മ ഉണ്ടാക്കുന്ന പിസ്സ സോസ് ഉണ്ടല്ലോ, അതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലല്ലോ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ പോയി തൂരിയിരിക്കണം. അത് ഞങ്ങൾക്ക് അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പം ഞാൻ റെസിപ്പി ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു എന്താ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് നിങ്ങൾ എന്തായാലും അത് ആ ഒരു രീതി നോക്കിയിട്ട് പിസ്സ ഉണ്ടാക്കി വെക്കണം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ, ഈ ഡെക്കറേറ്റ് ചെയ്യാനാണ്. ഇതിങ്ങനെ പരത്താൻ നല്ല രസമാണ്. അപ്പം ഞാനുണ്ടല്ലോ വലിയൊരു ഫ്രൈ പാനിൽ ഒരു 1 എണ്ണാക്കി അങ്ങോട്ട് എടുത്തു കേട്ടോ. അല്ലെങ്കിൽ ഇത് 2 എണ്ണൊക്കെ ആക്കുമ്പോൾ ഭയങ്കര പാടാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇട്ടുകൊടുത്ത് ആ ഇടുമ്പോൾ തന്നെ നല്ല രസമാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പതുക്കെ മൂടി അങ്ങോട്ട് തുറക്കുമല്ലോ, അപ്പം ഉണ്ടാവുന്ന ആ ഒരു മെൽറ്റായിട്ടുള്ളൊരു സംഭവമില്ലേ, പൊള്ളിയിട്ടാ